ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ വികെ. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിനേഷൻ ഇങ്ങ് എത്തിയില്ലേ. സോ ഓണം എക്സാമിലേക്ക് എല്ലാവരും കൃത്യമായിട്ട് സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിന് ഹെൽപ്പ് ചെയ്യാനാണ് സൈലം കൊമേഴ്സ് 10 days ചലഞ്ച് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ആ ക്ലാസ്സുകളൊക്കെ തന്നെ കാണുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. സോ +2 ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഈവൻ ദോ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 5 മാർക്കിനും 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കുക, ആദ്യം എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചേക്കണം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ദ ടേം ബിസിനസ് എൻവയോൺമെന്റ് മീൻസ് the sum total of all individuals, institutions and other forces that are outside the control of a business enterprise but that may affect its performance. അതായത് ബിസിനസിന്റെ പുറത്തുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സ് ഒരു പക്ഷേ ബിസിനസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ബിസിനസിന്റെ സറൗണ്ടിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയാം. അതായത് ബിസിനസ് സ്ഥാപനത്തിന് പുറത്തുള്ളതും സ്ഥാപനത്തിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നതുമായ എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും മറ്റു ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ബിസിനസ് പരിസ്ഥിതി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അങ്ങോട്ട് എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെച്ചേക്കാം. അപ്പം ഇത് ആദ്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഏതാണ് ആ ചോദ്യം അല്ലെങ്കിൽ ഏതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ചോദ്യം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഒരു എക്സാമ്പിളിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ ഫോൺ ബിസിനസ് സ്ഥാപനത്തെ എടുത്ത് പരിശോധിക്കാം. സോ എന്തെല്ലാം പുറത്തുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചേഞ്ചസ് ഇൻ ടെക്നോളജി, പുതിയ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ഒരുപക്ഷെ ബെറ്റർ ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ഫോൺസിന്റെ കമ്പനി എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അല്ലെങ്കിൽ എഫക്ട് ചെയ്തേക്കാം. ഇനി അതേപോലെ തന്നെ ഗവൺമെന്റ് ടാക്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് പ്രൈസ് കൂട്ടേണ്ടി വരും പ്രൊഡക്റ്റിന്റെ. അതേപോലെ തന്നെ കസ്റ്റമറിന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിമാൻഡ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്, അതൊരു പക്ഷെ എഫക്ട് ചെയ്തേക്കാം. ഇനി അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള റെസഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെയിൽസ് തന്നെ കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ട്രെൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഒരു പക്ഷേ ആളുകൾ പുതിയ പ്രൊഡക്റ്റ് തേടിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ ഡിസൈനിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, ബിസിനസിന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഫോഴ്സസ് ആണ്. ഇതെല്ലാം ബിസിനസ്സിനെ എന്ത് ചെയ്യാറുണ്ട്, എഫക്ട് ചെയ്യാറുണ്ട്. സോ ഈ കോൺസെപ്റ്റ് ആദ്യം നിങ്ങളുടെ തലയിൽ കൃത്യമായിട്ട് അടിച്ചുറപ്പിച്ചവിടെ വെച്ചേക്കുക. ഇതാണ് ബിസിനസ് എൻവയോൺമെന്റ്. സിമ്പിൾ ആണ്. ബിസിനസിന്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാ ഫാക്ടേഴ്സ്, അതൊരു പക്ഷേ ഇൻഡിവിജ്വൽസ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒക്കെ ആവാം. സോ ഇതെല്ലാം ബിസിനസിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ പെർഫോമൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മക്കളെ, നമ്മളെ യുവ ബാച്ചിലേക്കും അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റ് ബാച്ചിലേക്കും ഒക്കെ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓണം ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 10% ഓണം ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഇതുവരെ നിങ്ങൾ യുവ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം അതിനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഓണത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓണ സമ്മാനത്തോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. സോ നമ്മൾ ഏതാണ് ആ ചോദ്യം എന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോകണം മക്കളെ. ഇതാണ് ആ ചോദ്യം. ഇവിടെ ചോദ്യം ഇതാണ്, ഡിസ്ക്രൈബ് എനി 4 dimensions ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് സഹിതം എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇത് 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ് 4 മാർക്കിന് ചോദിച്ചു. ഇതൊരു പക്ഷേ 5 മാർക്കിനും എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ മക്കളെ 5 മാർക്ക് 4 മാർക്കിനും ചോദിച്ച് കാണാറുണ്ട്. ഇത് ഒരു ഷോർട്ട് എസ്സേ പോലെയാണല്ലോ ചോദിച്ചത്. എന്താണ്, ഷോർട്ട് എസ്സേ പോലെയാണല്ലോ ചോദിച്ചത്. ഇത് വേറെ രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, വേറെ രീതിയിലും ചോദിക്കാം. എങ്ങനെ, കുറെ എക്സാമ്പിൾസ് തരും. അപ്പം ഇത് ഏത് ഡയമെൻഷൻസിൽ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ സാധിക്കും. സോ 3 രീതിയിൽ എന്ത് ചെയ്യാം, ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക. ഒന്നെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ, അതായത് പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സിമ്പിൾ അല്ല, 5 മാർക്കിന്റെ ചോദ്യമാണിത്. അപ്പോൾ ഇങ്ങനെ 5 മാർക്കിന് ചോദ്യം ചോദിക്കാം. എല്ലാം ഇതിൽ കുറേ എക്സാമ്പിൾസിൽ കുറേ ഫാക്ടേഴ്സ് വരും. ഈ ഫാക്ടേഴ്സ് എല്ലാം ഏതൊക്കെ ഡയമെൻഷൻസിന്റെ അണ്ടറിലാണ് വരുന്നത്, അല്ലെ, പൊളിറ്റിക്കൽ ആണോ, ലീഗൽ ആണോ, എക്കണോമിക് ആണോ, സോഷ്യൽ ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ വേണ്ടി പറയും, പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാനുള്ളത്. സോ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദി
all factors which lies outside the business but have a capacity to influence its working in many ways. അതായത് ബിസിനസിന്റെ പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുക. അതിനൊരു പക്ഷേ ബിസിനസിന്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. ഒരു സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാനും പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന സാമ്പത്തികവും സാമൂഹികവും സാങ്കേതികവും രാഷ്ട്രീയവും നിയമപരമായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബിസിനസിന്റെ പരിസ്ഥിതിയുടെ വ്യാപ്തി അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ജസ്റ്റ് ഒരു മീനിങ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റ് ആണ്, രണ്ടാമത് പൊളിറ്റിക്കൽ ആണ്, മൂന്നാമത് ലീഗൽ, നാലാമത് ടെക്നോളജിക്കൽ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ലീഗൽ എൻവയോൺമെന്റ്. മക്കൾ ഇത് പഠിക്കാൻ വേണ്ടി സാറോടെ കോഡൊക്കെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ലെപ്റ്റ് എന്ന കോഡ് നിങ്ങൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഡയമെൻഷൻസിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. സ്ലെപ്റ്റ്, എസ് എന്താ സോഷ്യൽ ആണ്, എൽ എന്താണ് ലീഗൽ ആണ്, ഇ എന്താണ് എക്കണോമിക് ആണ്, പി എന്താണ് പൊളിറ്റിക്കൽ ആണ്, ടി എന്താണ് ടെക്നോളജിക്കൽ ആണ്. സോ സ്ലെപ്റ്റ് എന്ന കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അതിന്റെ എക്സാമ്പിളും സാധനങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ടൊരു നോട്ടും സാർ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇനി ഒരു 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്ത് ഇവിടെ കൊടുക്കുന്നത്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എക്കണോമിക് എൻവയോൺമെന്റ് എഴുതുക. എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റ് കംപ്രൈസ് ഓഫ് ഓൾ ദോസ് എക്കണോമിക് ഫോഴ്സസ് which influence the functioning of an business enterprises like rate of inflation, exchange rate, balance of position, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം, ഇൻട്രസ്റ്റ് റേറ്റ്. സിമ്പിൾ ആണ്. സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഈ പറയുന്ന പോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരുപക്ഷെ എഫക്ട് ചെയ്തേക്കാം. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരുപക്ഷെ എഫക്ട് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുക, ഡിമാൻഡ് കുറയുക, സോ എക്കണോമിക് റെസഷൻ, ഇങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ബിസിനസിന്റെ പ്രവർത്തനത്തെ എഫക്ട് ചെയ്തേക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പലിശ നിരക്ക്, പണപ്പെരുപ്പ നിരക്ക്, പൊതുജനങ്ങളുടെ ചെലവഴിക്കുന്ന വരുമാനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതേപോലെ തന്നെ ഓഹരി വിപണി സൂചികകൾ, രൂപയുടെ മൂല്യം തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെല്ലാമാണ് വിളിക്കുന്നത് എക്കണോമിക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നു. ഇനി അടുത്ത സോഷ്യൽ എൻവയോൺമെന്റ്, സാമൂഹിക പരിസ്ഥിതി എന്താണ്? നമുക്കറിയാം സൊസൈറ്റിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ഡെമോഗ്രാഫിക് ട്രെൻഡ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, കൾച്ചർ, ഫാമിലി സ്ട്രക്ചർ, വാല്യൂസ്, എഡ്യൂക്കേഷൻ ലെവൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു പക്ഷെ എന്ത് ചെയ്യാം, ബിസിനസ്സിനെ എഫക്ട് ചെയ്തേക്കാം. ദ സോഷ്യൽ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സസ് വിത്തിൻ വിച്ച് ബിസിനസ് ഫേംസ് ഓപ്പറേറ്റ്. അതായത് ഈ പറയുന്ന പോലെ തന്നെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും മൂല്യങ്ങൾ, ബിസിനസ്സിൽ നിന്ന് സമൂഹത്തിനുള്ള പ്രതീക്ഷകൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളാക്കി ബിസിനസിന്റെ സാമൂഹിക പരിസ്ഥിതി. അതായത് ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓണം വരുന്ന സമയത്ത് ചില ബിസിനസ്സിന് ചിലപ്പോൾ നല്ല സെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഇപ്പം റമദാൻ മാസം വരെ അല്ലെങ്കിൽ റംസാൻ മാസം വരുന്ന സമയത്ത് ചില ബിസിനസ് ഫേംസിന് കൂടുതൽ സെയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ക്രിസ്മസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷു വരുന്ന സമയത്തോ, അപ്പോൾ ഓരോ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ നമുക്കറിയാം ഓരോ റിലീജിയസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പം ചില ബിസിനസ് സ്ഥാപനത്തിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ദീപാവലി വരാന്ന് വിചാരിക്കും. അപ്പോൾ ദീപാവലി വരുന്ന സമയത്ത് എന്തായിരിക്കും, ഈ സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പിന് കൂടുതൽ സെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അത്തരത്തിൽ പല സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാം, ബിസിനസ്സിനെ എഫക്ട് ചെയ്തേക്കാം. ദാറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെന്റ്. ഇനി അടുത്ത ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജി അല്ലേ, ഇപ്പം എപ്പോഴും ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണ്, പുതിയ പുതിയ ടെക്നോളജിയാണ്. ഇപ്പം മെഷീനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ AI ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളുടെ കടന്നു വരും അല്ലെങ്കിൽ ചേഞ്ചസ് എല്ലാം ബിസിനസ്സിനെ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്തേക്കാം. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ഫോഴ്സസ് റിലേറ്റിംഗ് ടു സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്സ്, ഇന്നോവേഷൻ വിച്ച് പ്രൊവൈഡ് ന്യൂ വേസ് ഓഫ് പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ്. സിമ്പിൾ ആണ്. ഇത്തരത്തിൽ പുതിയ പുതിയ സയന്റിഫിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ്, അതേപോലെ തന്നെ മോഡേൺ ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ, പുതിയ മെഷീൻസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, ബിസിനസ്സിനെ എഫക്ട് ചെയ്യുക അല്ലേ. അപ്പം ഇതിനനുസരിച്ച് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ഈ പറയുന്ന പോലെ തന്നെ ബിസിനസ്സിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നില്ല, എല്ലാ ഷോപ്പിലും ഇന്ന് എന്തുണ്ട്, QR കോഡ് ഉണ്ട് അല്ലേ. സോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ബിസിനസ്സിനും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ വേറെ ഷോപ്പിലേക്ക് പോകും. സോ അവിടെ പെർഫോമൻസിന്, അവർക്ക് സെയിൽസിനെ ബാധിക്കും. എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ബിസിനസ്സിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സാങ്കേതിക പരിസ്ഥിതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലും ബിസിനസ് പ്രവർത്തനത്തിലും പുതിയ രീതികൾ സാങ്കേതികളും വികസിപ്പിക്കാൻ ശാസ്ത്രീയമായ മെച്ചപ്പെടുത്തലുകൾ, പുതുമകൾ കണ്ടെത്തൽ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സാങ്കേതിക പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതേപോലെ ഷോർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ എൻവയോൺമെന്റ് എഴുതിയാൽ മതി. ഇനി പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്
include political conditions such as general stability and the peace in the country and specific attitudes that elected government representatives hold towards business. അതായത് ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഭരിച്ചിരുന്നത് LDF സർക്കാരായിരുന്നു. ദെൻ ഈ വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാർ. സോ ഓരോരുത്തരും ഈ പറയുന്ന വെക്കുന്ന പോളിസി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പോളിസി ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ UDF ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന പോളിസികളൊക്കെ അല്ല എന്ത് ചെയ്യുന്നത് LDF ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. സോ വളരെ ഡിഫറെൻറ്റ്. സോ ഇത്തരത്തിലെ പോളിസികളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യാം പല ബിസിനസ്സിനെ എന്ത് ചെയ്യാം എഫക്റ്റ് ചെയ്തേക്കാം. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ഐഡിയോളജി, ടൈപ്സ് ഓഫ് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിസിനസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാം രാഷ്ട്രീയപരമായി എന്ത് ചെയ്യാം ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാം. ഭരണഘടന, സർക്കാർ നിയമങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ബിസിനസ്സിനോടുള്ള മനോഭാവം തുടങ്ങിയവ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി. ഇനി അടുത്ത ലീഗൽ എൻവയോൺമെന്റ്, നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കമ്പനി ആക്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, അതേപോലെ തന്നെ കോൺട്രാക്ട് ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ അല്ലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ലോസ് എന്ത് ചെയ്യാം ബിസിനസ്സിനെ എഫക്ട് ചെയ്യുക അല്ലേ. സോ ലീഗൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് അതോറിറ്റീസ്, court judgments, as well as the decisions rendered by various commissions and agencies at every level of the government center. അതായത് ഒരുപക്ഷെ ഈ പറയുന്ന കോർട്ട് ജഡ്ജ്മെന്റ് ആവാം, അല്ലെങ്കിൽ വേരിയസ് കമ്മീഷൻസ് കൊണ്ടുവരുന്ന ഉത്തരവുകളാവാം. ഇതെല്ലാം എന്ത് ചെയ്യാം ഒരുപക്ഷെ ബിസിനസിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യാം ബാധിച്ചേക്കാം അല്ലെ. സർക്കാർ പാസ്സാക്കുന്ന വിവിധ നിയമനിർമ്മാണങ്ങൾ, സർക്കാർ ഉത്തരവുകൾ, വിവിധ കോടതി വിധികൾ എന്നിവയാണ് നിയമപരമായി പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഒരു ബിസിനസ് എന്ത് ചെയ്യണതുണ്ട് ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സാർ പറഞ്ഞ മാച്ച് ഓഫ് ഫോളോയിങ് പറഞ്ഞ. അപ്പം ഇതുവരെ നിങ്ങൾ എഴുതേണ്ടത് മക്കളെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ കൊടുത്ത പോലെ സെന്റൻസ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എക്സാമ്പിൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം എക്സാമ്പിൾ ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാച്ച് ഓഫ് ഫോളോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ A കോളും B കോളും മാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല, എക്കണോമിക് ആണോ, സോഷ്യൽ ആണോ, ടെക്നോളജിക്കൽ ആണോ, പൊളിറ്റിക്കൽ ആണോ, ലീഗൽ ആണോ അല്ലെ. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നമുക്ക് മാച്ച് ചെയ്യാം. ഇനി ഇൻട്രഡക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നു. അവിടെ ആക്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണ്ട, അവിടെ നിയമമാണ്. സോ നമുക്ക് ലീഗൽ എൻവയോൺമെന്റുമായി മാച്ച് ചെയ്യാം. ഇനി ഡിമോണിറ്റൈസേഷൻ അല്ലെ, വാല്യൂ ഓഫ് കറൻസി ഇല്ലാതെയാക്കുക, പണത്തിന്റെ വാല്യൂ ഇല്ലാതെയാക്കുക. സോ എക്കണോമിയുമായി ബന്ധപ്പെട്ടതാണ്, ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റ് ആണ്. ഇനി വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീ ശാസ്ത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ദെൻ ഫൈനലി സ്റ്റേബിൾ ഗവൺമെന്റ് ഏതായിരിക്കും പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആയിരിക്കും. സോ നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ഥിരത, ഒരു ഗവൺമെന്റിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലാണ് മക്കളെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സോ പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കോഡ് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇതാ സാർ ഓരോ എൻവയോൺമെന്റിനും എക്സാമ്പിൾസും ഈ ഒരൊറ്റ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ബുക്കിൽ ഈ ചിത്രം വരച്ചു വെക്കുക, അതിന് എക്സാമ്പിൾ പോയിന്റ് ഔട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു സ്ലൈഡ് മാത്രം നോക്കി കഴിഞ്ഞാൽ ഈ നോട്ട് മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ ഓരോന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മാച്ച് ദ ഫോളോയിങ്ങിനും എന്ത് ചെയ്യുക ചോദിക്കാനുള്ളത്. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ മറ്റു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് വായിക്കുക, ശ്രദ്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഈ കോൺസെപ്റ്റ് ആണ് കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്ന് മാത്രമാണ് സാർ പറഞ്ഞു പോകുന്നത്. സോ കൃത്യമായിട്ട് ഓണം എക്സാമിലേക്ക് പഠിക്കുക. സൈലം കൂടെ ഉണ്ടായിരിക്കും. All the best, guys.